ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നാടൻ രീതിയിലുള്ളൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ്. ഈ ചിക്കൻ പെരട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു ചുവട് കനമുള്ള ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ. ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മളുടെ ഇഞ്ചിയെല്ലാം നന്നായിട്ട് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു സവാള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. നമ്മളുടെ സവാള പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഈ സമയം നമുക്ക് മസാലക്കുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. മസാലകൾ രണ്ടും നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, എരിവിന് ആവശ്യമായ മുളക് പൊടി നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. മസാല മുരിഞ്ഞു വരുന്ന സമയം നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം. ചൂടാറിയ മസാല നമുക്കൊരു ജാറിലോട്ട് മാറ്റിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ചട്ടിയിലേക്ക് ഒന്നും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് മസാലയായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതുവരെ നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം നമുക്കിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കനിലുള്ള വെള്ളം നന്നായിട്ട് പറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു മിശ്രിതം നമുക്ക് ഇടക്കിടക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് വറ്റി ചിക്കൻ വേവുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി നല്ലൊരു കുഴമ്പ് രൂപത്തിലുള്ള ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1 തണ്ട് വേപ്പിലയും 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മളുടെ സ്റ്റൗവൊക്കെ നമുക്ക് ഓഫ് ചെയ്ത് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ലൊരു നാടൻ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.